ഹായ് ഗൈസ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. എല്ലാവർക്കും അറിയേണ്ട ഒരൊറ്റ കാര്യമേ COVID-19-നെതിരെയുള്ള വാക്സിൻ എപ്പോൾ വരും? അധിക ദിവസവും ന്യൂസിൽ പല കമ്പനികളുടെയും പല തരത്തിലുള്ള വാക്സിനെ പറ്റിയിട്ടുള്ള ന്യൂസ് നിങ്ങൾ വായിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ഏകദേശം ഏത് സമയമാകുമ്പം നിങ്ങൾക്ക് COVID-19-നെതിരെയുള്ള ഒരു വാക്സിൻ പ്രതീക്ഷിക്കാം? ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ഡോ ഫുഡി. നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാക്സിൻ കോവാക്സിനെ പറ്റിയിട്ട് പറയാം. കോവാക്സിൻ ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഭാരത് ബയോടെക്കും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെ ഈ മൂന്ന് പേരും കൂടിയും സംയുക്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു വാക്സിനാണ് കോവാക്സിൻ. ഇതൊരു ഇനാക്ടിവേറ്റഡ് വാക്സിനാണ്. ഇനാക്ടിവേറ്റഡ് എന്ന് പറഞ്ഞാൽ കൊറോണ വൈറസിനെ നിർവീര്യമാക്കിയതിനു ശേഷമാണ് ഈ ഒരു വാക്സിൻ ഉണ്ടാക്കുന്നത്. അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെയിൽ നിന്നും കൊറോണ വൈറസിന്റെ ചില സീറോ ടൈപ്പ് ഭാരത് ബയോടെക് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഹൈ കണ്ടെയ്ൻമെൻറ്റ് ഫാക്ടറി എന്നല്ല വേണമെങ്കിൽ പറയാം. അവിടെ നിന്നും വൈറസുകളെ കൂടുതലായിട്ട് നിർമ്മിക്കുകയും ഈ വൈറസുകളിൽ നിന്നും നിർവീര്യമാക്കിയതിനു ശേഷമാണ് വാക്സിൻ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്തരം വൈറസുകളെ ഉപയോഗിച്ചുണ്ടാക്കുന്ന വാക്സിൻ നമ്മളുടെ ഹ്യൂമൻ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് ഒരു ഇൻഫെക്ഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. മറിച്ച് ആ ഒരു വൈറസ് കാരണം എന്ത് തരത്തിലുള്ള പ്രതിരോധ ശേഷിയാണോ ഉണ്ടാവേണ്ടത്, എന്തൊരു ഇമ്മ്യൂൺ റെസ്പോൺസ് ആണോ ഉണ്ടാവേണ്ടത്, അതുണ്ടാവും. പല തരത്തിലുള്ള ഇനാക്ടിവേറ്റഡ് വാക്സിൻസ് നമ്മൾ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട്. പോളിയോൻ്റെ ഇഞ്ചക്ഷൻ IPV എന്ന് പറയുന്ന വാക്സിൻ ഇനാക്ടിവേറ്റഡ് ആണ്. ഇനാക്ടിവേറ്റഡ് മാത്രമല്ല വാക്സിൻ്റെ ടൈപ്പ് ഉള്ളത്, ലൈവ് അറ്റൻറ്റേറ്റഡ് എന്ന് പറഞ്ഞ, അതായത് വൈറസുകളുടെ ജീവൻ ഉണ്ടാവും പക്ഷേ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവില്ല. അത്തരം വാക്സിൻസും അവൈലബിൾ ആണ്. പക്ഷേ ആ ഒരു ടൈപ്പ് വാക്സിൻ അല്ല കോവാക്സിൻ എന്ന് പറയുന്നത്. കോവാക്സിൻ്റെ ക്ലിനിക്കൽ ട്രയൽ ഫേസ് 1 ഈ ആഴ്ചയാണ് തുടങ്ങിയത്. ഇന്നത്തെ ഡേറ്റ് ജൂലൈ 22. ഈ ആഴ്ച തുടങ്ങുന്നേ ഉള്ളൂ. അതിപ്പം ഒരു വാക്സിൻ മാർക്കറ്റിലേക്ക് എത്തുന്നതിന് മുമ്പേ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നതിന് മുമ്പേ ഏതെല്ലാം ഫേസിലൂടെ കടന്നു പോകണം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട്. അതിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, ക്ലിനിക്കൽ ട്രയൽ ഫേസ് 1, 2, 3 ഇത്രയും ഫേസസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഒരു വാക്സിൻ അപ്രൂവലായി നമ്മളുടെ ആശുപത്രികളിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി എത്തുന്നത്. അതിപ്പം അതിനെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. ക്ലിനിക്കൽ ട്രയൽ ഫേസ് 1 കോവാക്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ റിസൾട്ട്സ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഫേസ് 2, ഫേസ് 3 എല്ലാം. ഫേസ് 2, ഫേസ് 3 എല്ലാം കോവാക്സിൻ്റെ കാര്യത്തിൽ നെക്സ്റ്റ് ഒരു 2-3 മന്ത്സ് കൊണ്ടേ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. കോവാക്സിൻ ഓഗസ്റ്റ് 15 മുമ്പേ നമ്മൾ എന്തായാലും തീരെ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഏറ്റവും നേരത്തെ കോവാക്സിൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ കൊല്ലത്തിൻ്റെ അവസാനം നവംബർ ഡിസംബർ മാസങ്ങളിലാണ്. അതും അതിൻ്റെ ഫേസ് 2, 3 അതിൻ്റെ ആ ട്രയൽസിൻ്റെ റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി കൊറോണ വൈറസിനെതിരെയുള്ള മറ്റു വാക്സിനുകളെ പറ്റി പറയാം. മൊഡേണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു US കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുള്ള വാക്സിൻ ഇപ്പം ഫേസ് 2 നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഓൾമോസ്റ്റ് സക്സസ്ഫുൾ ആണ്. അതിൻ്റെ ഡാറ്റ പുറത്ത് വിട്ടിട്ടില്ല. ഫേസ് 3യിലേക്ക് കിടക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു വാക്സിൻ മിക്കവാറും നമുക്ക് ഈ കൊല്ലം തന്നെ അവസാനം പ്രതീക്ഷിക്കാവുന്നതാണ്, ഡിസംബർ മാസം ആകുമ്പോഴത്തേക്കും. കാരണം അത് ക്ലിനിക്കൽ ട്രയൽ ഫേസ് 1 കഴിഞ്ഞു. ഞാൻ ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് മൊഡേണ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കുന്ന വാക്സിനെ പറ്റിയിട്ട് ഇതിന് മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. മറ്റ് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പനികളുടെ പേരാണ് ആസ്ട്രാസെനിക്ക. ഇത് യുണൈറ്റഡ് കിങ്ഡമിലുള്ള ഒരു കമ്പനിയാണ്. അവർ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആയിട്ടും സംയുക്തമായിട്ടൊരു വാക്സിൻ അതിൻ്റെ ട്രയൽസ് 2-3 ദിവസം മുമ്പേ ഫസ്റ്റ് ഫേസിൻ്റെ ട്രയൽ അവർ റിലീസ് ചെയ്തു. 1000 ഹെൽത്തി ആയിട്ടുള്ള വോളണ്ടിയേഴ്സിനെ ടെസ്റ്റ് ചെയ്തതിൽ നല്ല റിസൾട്ട്സ് ആണ് അവർക്ക് വന്നിട്ടുള്ളത്. അതിലും പറയുന്നത് ഡബിൾ പ്രൊട്ടക്ഷൻ ആണ് പറയുന്നത്. അതായത് ഈ ഒരു വാക്സിൻ കാരണം വെറും ആൻറ്റിബോഡീസ് മാത്രമല്ല, പകരം അതിൻ്റെ കൂടെ T സെൽസും നമ്മളുടെ പ്രതിരോധ ശേഷിനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അണുക്കളാണ് നമ്മളുടെ ബോഡിയിൽ തന്നെ ഉള്ളത്. അപ്പോൾ T സെൽസും ആൻറ്റിബോഡീസും കൂടിയിട്ട് ഒരു ഡബിൾ പ്രൊട്ടക്ഷനാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. ഇവരുടെ വാക്സിൻ അത് 2 ഡോസിലാണ് വരുന്നത് എന്നാണ് പറയുന്നത്. അവരും ഇനി ക്ലിനിക്കൽ ട്രയൽ ഫേസ് 2ലേക്കും 3ലേക്കും കിടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു ചൈനീസ് കമ്പനിയും ക്ലിനിക്കൽ ട്രയൽ ഫേസ് 2ൻ്റെ റിസൾട്ട്സ് പുറത്തു വിട്ടിട്ടുണ്ട്. അതും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള റിസൾട്ട് തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവസാനം ഒരൊറ്റ വാക്സിൻ ആയിരിക്കില്ല ഉണ്ടാവുക.
ഒരു കമ്പനീൻ്റെ ഒരു വാക്സിൻ ആയിരിക്കില്ല നമുക്ക് COVID-19 ഉണ്ടാവുക. മറിച്ച് പല കമ്പനികളുടെ പല തരത്തിലുള്ള വാക്സിൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഏത് കമ്പനിക്കാണ് ഏറ്റവും കൂടുതൽ വാക്സിൻസ് നിർമ്മിക്കാൻ പറ്റുക, അതായിരിക്കും ആ ഒരു സമയത്ത് വാക്സിൻ അവൈലബിൾ ആവുന്ന സമയത്ത് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. ഇന്ത്യ പോലത്തെ ഒരു കൺട്രിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെയിൽ നിന്നും സാധാരണ നമ്മൾ വാക്സിൻസ് ഉണ്ടാക്കി നമ്മളുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ വേൾഡ് ഒട്ടാകെ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഈ വാക്സിൻ കിട്ടണമെങ്കിൽ ഏത് വാക്സിൻ ആവട്ടെ അത്രയും ക്വാണ്ടിറ്റിയിൽ ഉൽപ്പാദിക്കാൻ കഴിവുള്ള ഒരു കമ്പനി, ആ ഒരു രാജ്യം, ആ ഒരു കമ്പനിക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ മുൻകൈ ഉണ്ടാവുക. അതുകൊണ്ട് അടുത്ത 2-3 മാസം കൊണ്ട് ആരും വാക്സിൻസ് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും നേരത്തെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് US കമ്പനീസിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തുള്ള വാക്സിൻസ് ആണ്. അത് നവംബർ-ഡിസംബർ മാസത്തിലായിരിക്കും. പക്ഷേ അതും അങ്ങോട്ട് നീണ്ടുപോകാനേ സാധ്യതയുള്ളൂ. അതിന് മുമ്പേ ഒരു വാക്സിൻ അവൈലബിൾ ആവാനുള്ള സാധ്യത കുറവാണ്. COVID-19 വാക്സിൻസിൻ്റെ ഇനിയും ഇതേപോലത്തെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്. ഞാൻ ഡോക്ടർ പ്രസൂൺ. Take care, stay healthy, and thank you so much for watching. Bye.